പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബഹുനില കെട്ടിടങ്ങളിലും ഫ്ലാറ്റുകളിലുമൊക്കെ കാണുന്ന അഗ്നിശമന ഉപകരണങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ചാണ്. അതിൽ കോമണായിട്ട് കണ്ടുവരുന്ന 2 എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് DCP എക്സ്റ്റിങ്ക്വിഷർ, അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ. രണ്ടാമത്തേത് CO2 എക്സ്റ്റിങ്ക്വിഷർ. ഇവ രണ്ടുമാണ് സാധാരണ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. എക്സ്റ്റിങ്ക്വിഷർ പലവിധമുണ്ട്. വാട്ടർ ടൈപ്പ്, ഫോം എക്സ്റ്റിങ്ക്വിഷർ, DCP, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലീൻ ഏജൻറ്റ് എന്നിങ്ങനെ പലതരത്തിൽ എക്സ്റ്റിങ്ക്വിഷറുകളുണ്ട്. ഇത് തീയുടെ പ്രാരംഭ ദശയിൽ അല്ലെങ്കിൽ പ്രാരംഭത്തിൽ കെടുത്തുന്ന അഗ്നിശമന ഉപകരണമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി ഞാൻ വിവരിച്ചു തരുന്നതാണ്. ആദ്യമായി DCP എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ച് വിവരിക്കാം. ഓക്കെ, ഇതാണ് DCP എക്സ്റ്റിങ്ക്വിഷർ അഥവാ ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. ഇത് 3 തരം ഫയറുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. A, B, C എന്ന് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. A ക്ലാസ് ഫയർ, B ക്ലാസ് ഫയർ, C ക്ലാസ് ഫയർ. A ക്ലാസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ചാരമാകുന്ന വസ്തു. അങ്ങനെയുള്ള വസ്തുക്കൾ തീ പിടിക്കുമ്പോൾ ഈ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കാം. B ക്ലാസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫയറിന് ഇത് ഉപയോഗിക്കാം. C ക്ലാസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്, കറണ്ട് അങ്ങനെയുള്ള അവ കത്തുമ്പോൾ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് ഉപകരണമാണ്. തീ അണയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. ഇതിൻ്റെ പ്രവർത്തനം വിശദീകരിക്കുന്നത് പാസ് എന്ന പദം ഉപയോഗിച്ചാണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ ദ പിൻ. A എന്ന് പറഞ്ഞാൽ തീയിലേക്ക് എയിം ചെയ്യുക, അതാണ് A. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്യൂസ്. രണ്ടാമത്തെ S എന്ന് പറയുന്നത് സ്വൈപ്പ്. അങ്ങനെ ആണ് ഈ പ്രവർത്തനത്തെ നമ്മൾ വിശദീകരിക്കുന്നത്. PASS, പാസ്. അപ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം. PASS, പാസ്. ഇതിലൊരു പിന്ന് കൊടുത്തിട്ടുണ്ട്, അത് വലിച്ചൂരുക. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഭാഗം ഇതിലുണ്ട്. പിന്ന് വലിച്ചൂരി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഭാഗം പുറത്തേക്ക് നമുക്ക് വലിച്ചു മാറ്റാം. രണ്ടാമതായി ഈ ഹാൻഡിലാണ്. ഹാൻഡിലിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള ഭാഗം നമുക്ക് സ്ക്യൂസ് ചെയ്യാവുന്നതാണ്, താഴേക്ക് താക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ട്യൂബുമുണ്ട്. അപ്പോൾ P ഫോർ പുൾ, A ഫോർ എയിം. തീ എവിടെയാണോ അവിടേക്ക് നമ്മൾ എയിം ചെയ്യുക. ഇതിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് എയിം ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്യൂസ് ചെയ്യുക, അതാണ് ആദ്യത്തെ S. രണ്ടാമത് ഈ ഡിസ്ചാർജ് ട്യൂബ് തീയുടെ ഭാഗത്തേക്ക് എയിം ചെയ്തുകൊണ്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ തീ പരിപൂർണമായും അണയുന്നു. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഈ ക്യാപ്പ് അസംബ്ലിയിൽ കാണിച്ചിരിക്കുന്ന പ്രഷർ ഗേജാണ്. ഇതിലൊരു പച്ച ഭാഗം എന്ന് പറഞ്ഞാൽ സെൻട്രലായിട്ട് വരും. അതിലാണ് നീഡിൽ ഇരിക്കുന്നതെങ്കിൽ പ്രഷർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇടതുവശത്തേക്ക് നീഡിൽ മാറി ഒരു റെഡ് ഭാഗത്താണെങ്കിൽ പ്രഷർ തീരെയില്ല, അത് പ്രവർത്തനക്ഷമമല്ല. വലതുഭാഗത്തും ഒരു റെഡ് കളറുള്ള ഭാഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഷർ അതിന് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇത് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. എല്ലാ ഫ്ലാറ്റുകളിലും മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകളുമൊക്കെ ഇത് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാം എങ്കിൽ നമ്മുടെ കൺമുൻപിൽ ഉണ്ടാകുന്ന വലിയൊരു തീയപായം വലിയൊരു ദുരന്തമായി മാറാതിരിക്കാൻ തീയുടെ പ്രാരംഭ ദശയിൽ തന്നെ നമുക്ക് അണയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.